ഭാഗ്യവാരം. തുലാം രാശിക്കാരുടെ ജൂലൈ മാസത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ജൂലൈ മാസം തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര ഒടുവിൽ 30 നാഴിക, ചോതി നക്ഷത്രം, വിശാഖം 3/4 ഭാഗം അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് ചിത്തിര, ജ്യോതി, വിശാഖം തുലാം രാശി. തുലാം രാശിയിൽ പെട്ടവർക്ക് പൊതുവെ 14-ാം തീയതി വരെ അലക്ഷ്യവും അപകടവും അവിവേകവും അപ്രിയവും അസാധാരണത്വവും അതുപോലെ തന്നെ അസംബന്ധവുമായ വാക്കുകൾ, പ്രവൃത്തികൾ, ഇടപെടലുകൾ എന്നിവ മൂലം എന്തൊക്കെയാണ് അലക്ഷ്യാവസ്ഥ, അനുസരണക്കുറവുകൾ, അപ്രിയം, അവിവേകം, അസംബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വാക്കേറ്റം, ക്ഷുഭിതമാകുക. അതുപോലെ തന്നെ സഭ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുക. ഓരോ സഭയിൽ ഓരോ ഭാഷ വേണമല്ലോ. ക്ഷോഭം ഇങ്ങനെയുള്ളത് കൊണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു ജൂലൈ മാസമാണ് 14-ാം തീയതി വരെ. അത് മുഖാന്തരം പുത്രൻ്റെ ക്ലേശം, പുത്രിക്ക് ദുഃഖം, പത്നിക്ക് ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം, പൊതുജന ദുഃഖം, പൊതുജനങ്ങൾ, കുടുംബജനങ്ങൾ, പുത്രൻ, പുത്രി, ഭാര്യ, സ്വർണം, ധനം. ഈ രാശിപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ്, മക്കൾ, സ്വർണം, ജോലി ഇവ സംബന്ധിച്ചു, അവരവരുടെ കർമ്മരംഗം സംബന്ധിച്ചു ഏതാണ്ട് പൊതുവെ 14-ാം തീയതി വരെ വാക്കേറ്റവും ഭിന്നതയും അതുപോലെ തന്നെ ക്ഷുഭിതരാകുകയും പ്രശ്നങ്ങളും കൊണ്ട് എല്ലാ രംഗത്തും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉദിച്ച് മധ്യാഹ്ന സൂര്യൻ പോലെ നിൽക്കും, കത്തിജ്വലിച്ചു നിൽക്കും. 15-ാം തീയതി മുതൽ പ്രശ്നങ്ങൾ, ഗുരുതരാവസ്ഥകളെല്ലാം ഒന്ന് കലങ്ങി തെളിയും. അതിൽ സംഭാഷണം, വാക്ക്, പ്രവൃത്തി, ഭിന്നിപ്പ്, അപ്രിയം മുതലായ മേഖലകളിൽ ഉണ്ടായിരുന്നവ, അതുമായി ബന്ധപ്പെട്ട് വിരോധികളായിരുന്നവരുടെ ശ്രദ്ധ തിരിയുന്ന സംഭവ വികാസങ്ങൾ സമൂഹത്തിലുണ്ടാകുകയും അവ മൂലം ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. തുടർന്ന് കുടുംബത്തിലും സ്വന്തം ജനങ്ങളിലും ബന്ധുജനങ്ങളിലും മിത്രജനങ്ങളിലും മക്കൾ, ഭാര്യ, ഭർത്താവ്, സ്വർണം, ധനം, പ്രൊഫഷൻ, സമൂഹം ഈ മേഖലയിലുണ്ടായിരുന്ന ഭിന്നിപ്പ്, അലക്ഷ്യം, അപകടം, ഗുരുതര പ്രശ്നങ്ങൾ കലങ്ങിത്തെളിഞ്ഞ് വീണ്ടും ഒരു വിശുദ്ധരാവാനുള്ള വിശുദ്ധരാവാനുള്ള ഒരു ഭാഗ്യത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ കടക്കുന്ന ജൂലൈ മാസമാണ് കാണുന്നത്. പൊതുവെ ഈ രാശിക്കാർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും നിൽക്കുന്നതിനാൽ പത്തിയടിക്കും, പൊത്തിലൊളിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും, നാവടുത്ത് സംസാരിച്ച പശുവായിത്തീരും. അതുപോലെ തന്നെ പൊതുവെ എന്തെല്ലാം പ്രശ്നങ്ങളാണെങ്കിലും എല്ലായിടത്തും അലക്ഷ്യവും ഭിന്നിപ്പും വാക്കേറ്റവും വേണ്ടി വരുന്ന ക്ഷുഭിതരാവേണ്ട സമയമാണ്, ക്ഷമ നശിക്കുന്ന സമയം. ലീഗലായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ തമ്മിൽ വളരെയധികം ഉയർന്നവരും തമ്മിൽ വളരെ താഴ്ന്നവരുമായി അങ്ങേറ്റവും ഇങ്ങോട്ടും ഒരു ഗോദായിൽ പങ്കെടുക്കേണ്ട പോലെ, ഒരു വാക്കേറ്റ ഗുസ്തിക്ക് കളിയായി നിൽക്കുന്ന പോലെ നിൽക്കേണ്ട ഒരവസ്ഥയും വരും. ജൂലൈ 17-18 തീയതി മുതൽ ആശ്വാസങ്ങൾ, ഈശ്വരാനുഗ്രഹം, ക്ഷുഭിതരായ ജനങ്ങൾ ക്ഷുഭിതമായ മനസ്സ് കലങ്ങിത്തെളിയും, പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടും, സാമ്പത്തിക രംഗം അല്പ ഉഷാറാവും, തൊഴിൽ രംഗം, ഭരണരംഗം, കുടുംബരംഗം ശാന്തിയും സന്തോഷവും സമാധാനത്തിലേക്കും ജൂലൈ 17, 18, 19 തീയതി മുതൽ
അങ്ങ് നീങ്ങി ജൂലൈ മാസം തീരും വരെ അങ്ങനെ അങ്ങ് ശർമാജി, ഉദ്യോഗാർത്ഥികൾക്കൊക്കെ എങ്ങനെയാണ് ഈ മാസം പൊതുവെ? ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ പകുതിക്ക് ശേഷം അവരുടെ ഇൻ്റർവ്യൂ വിജയിച്ചുവെന്നും അവരെ സെലക്ഷനായി എന്നും, എന്നാൽ അട്രാക്റ്റീവ് അല്ല, കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതും രംഗത്ത് വരും. എങ്കിലും പ്രവേശനം കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക്. തുടർന്ന് അവർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ നഷ്ടപ്പെടും. കാരണം ആഗസ്റ്റ് മാസം മുതൽ പുതിയ പുതിയ വിശേഷങ്ങളും വിഭവങ്ങളുമായി നമുക്ക് കൂടിക്കാണുന്നിടം വരെ ഇപ്പോൾ ഈ ദോഷമുള്ളവർക്ക് അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഗ്രഹനിലയൊക്കെ എടുത്ത് നോക്കി വ്യാജഗ്രഹത്തെയും ചൊവ്വാഗ്രഹത്തെയും ദോഷങ്ങളെല്ലാം ശാന്തിപ്പെടുത്തി സന്തോഷപ്പെടുത്തിയാൽ ഈ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ശർമാജി, തുലാ രാശിയിൽപ്പെട്ട അവർക്ക് ഈ മാസത്ത് ജൂലൈ മാസത്തിൽ വിവാഹത്തിനോ പ്രണയത്തിനോ ഒക്കെ അനുകൂല സാഹചര്യമാണോ? അവർക്ക് എന്തെങ്കിലും? തുലാൻ രാശിയിൽപ്പെട്ടവർക്ക് ഒത്തിരി പ്രപ്പോസൽസ് ഒക്കെ വരാം വിവാഹത്തിന്. പക്ഷേ ഒരു 15-ാം തീയതിക്ക് ശേഷമേ മൊബൈൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണും ചെറുക്കനുമായിട്ട് സംസാരിക്കാവുള്ളൂ, പ്രത്യേകിച്ച് സീക്രട്ട് കാര്യങ്ങൾ. കാരണം തെറ്റിപ്പിരിയാനും ഷൗട്ടിങ്ങിനും അലക്ഷ്യാവസ്ഥയ്ക്കും അവിവേകമായി സംഭാഷണം ചെയ്യാനുമൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 15-ാം തീയതിക്ക് ശേഷം വളരെ സംഭാഷണമൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അത് വിജയിക്കും. ഇല്ലെങ്കിൽ ആഡിറ്റോറിയം വരെയും തകലുന്നാസുരവും സദ്യക്കാരെയൊക്കെ ബുക്ക് ചെയ്തിട്ട് പിരിയേണ്ടി വരും. കാരണം അതാണ് സമയം. കാരണം 10-ൽ വ്യാഴമാണ്, പരാതിയും പരിഭവവും ഒക്കെ കേൾക്കും. അതുപോലെ ചൊവ്വ വളരെ ബദലായിട്ടാണ് നിൽക്കുന്നത്. കലഹം, വൈരം, യുദ്ധം, മൃതി, ക്ലേശം. സ്നേഹമായിട്ട് നിൽക്കുന്നവർ നിങ്ങൾ കലഹിക്കുക, പിരിയുക. പ്രേമിക്കുന്നവർ തങ്ങൾ ഭിന്നിക്കുക. സംശയം, ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? ഞാൻ ഷൂട്ടിലായിരുന്നു. എന്ന് പറഞ്ഞു നോക്കുമോ, എടുക്കണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ എപ്പോഴും ഷൂട്ടിങ്ങില്ലല്ലോ. അത് കഴിഞ്ഞ് എന്നെ വിളിക്കാൻ എന്താ? അത് കഴിഞ്ഞപ്പോൾ മറന്നുപോയി, അല്ലെങ്കിൽ ചാർജില്ല മൊബൈലിൽ, അല്ലെ അതാണിതാ. ഇതൊന്നും അന്നേരം വിശ്വസിക്കുന്നില്ല. എനിക്ക് മർമ്മപ്രധാനമായ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. അത് ഇന്ന് തന്നെ അറിയണം. യേസ് ഓർണോ, കല്യാണത്തിന് തയ്യാറാണോ അല്ലയോ? ഇങ്ങനെയൊക്കെയുള്ള കീറാമുട്ടികളൊക്കെ വരും. അത് നമ്മൾ ക്ഷമ നശിച്ചിരിക്കുന്ന സമയമായിരിക്കും. ഇങ്ങനെയുള്ളവരുമായിട്ട് എങ്ങനെ കല്യാണം മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനത്തിലാവും. നമുക്ക് ഇവിടെ വെച്ച് ഇപ്പം തന്നെ അങ്ങ് പിരിയാം, ഇന്ന് കട്ട് ആൻഡ് ഡ്രൈവ് പറയുക. കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കും, വേണ്ടിയിരുന്നില്ലല്ലോ, ഇനി ഇതുപോലെ ഒന്ന് മുറിവ് വരണമെങ്കിൽ എന്ത് പാടാണ്. അപ്പം വിവേകം ഉദിക്കുന്നത് 17-ാം തീയതി മുതലാണ്. അതുകൊണ്ടാണ് സ്വൈര സംഭാഷണങ്ങളൊക്കെ കമിതാക്കളും ദമ്പതികളും പ്രാസംഗികരും സൗഹാർദ്ദം പ്രതീക്ഷിക്കുന്നവരും സൗഹാർദ്ദമായി ക്ലയൻറ്റുകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടവരുമൊക്കെ 17-ാം തീയതി മുതലേ അല്പം ഈസി ആയിട്ടൊക്കെ ഇടപെടാവും. അതുവരെ ഖരം തൂക്കി നോക്കി വേണം സംഭാഷണം ചെയ്യാനും പ്രവൃത്തിയും കാര്യങ്ങളുമെല്ലാം. വൃശ്ചികം രാശിക്കാരുടെ ജൂലൈ മാസത്തെ ഫലങ്ങളും മറ്റ് വിശേഷങ്ങളും നമുക്ക് ശർമാജിയോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. വൃശ്ചിക രാശി വിശാഖ നക്ഷത്രത്തിൻ്റെ ഒടുവിൽ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി. ഈ രാശിക്കാർക്ക് ജൂലൈ മാസം പൊതുവെ നാനാവഴികളിൽ നാനാമാർഗങ്ങളിൽ നന്മകൾ ഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ഒരു മാസമാണ്. വൈവാഹികപരമായും വൈദേശികപരമായും സാമൂഹ്യപരമായുമുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന സമയങ്ങളാണ്. കൂടുതൽ തലയെടുപ്പോടുകൂടി വൈവാഹികപരമായ കാര്യങ്ങളിലും സാമൂഹ്യ കാര്യങ്ങളിലും വൈദേശികപരമായ കാര്യങ്ങളിലും സ്വന്തം ബന്ധ മിത്ര സൗഹൃദമായിട്ടുള്ള വിവിധങ്ങളായ മഹൽ വ്യക്തികളും സ്നേഹ ആളുകളും ഒക്കെ ആയിട്ട് സ്വന്തം ബന്ധം രക്തബന്ധം ഒക്കെ ആയിട്ട് കൂടിക്കാണാനും ബന്ധപ്പെടാനും, അതുപോലെ തന്നെ ഉല്ലാസ യാത്രകൾ, വിനോദ മാർഗങ്ങൾ, മംഗളകാര്യങ്ങൾ, അതുപോലെ തന്നെ വിലാസ നൃത്തങ്ങൾ, സമൂഹ സദ്യകൾ ഇവയിലൊക്കെ ബന്ധപ്പെടാനും ഇണമുഖാന്തരം പലവിധ നേട്ടങ്ങൾ, ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, അല്ലെങ്കിൽ ടുഗദർ ലിവിങ്, അല്ലെ കമിതാക്കൾ, ഇണമുഖാന്തരം നല്ല നേട്ടങ്ങൾ സാമ്പത്തികപരമായും തൊഴിൽപരമായും സാമൂഹ്യപരമായും
കുടുംബപരമായും ഒക്കെ നേടാവുന്ന നേട്ടങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് 20, 21, 22, 23 തീയതികളിൽ സാമ്പത്തികപരമായ അഭിവൃദ്ധി, കുടുംബപരമായ ഐശ്വര്യം, കുടുംബത്തിൽ സമാധാനം, സന്തോഷം, മംഗളകരമായ അവസ്ഥകൾ, ചില വിശിഷ്ട വ്യക്തികളുമായിട്ട് കൂടി കാണുവാനും കൂടിച്ചേരുവാനുമുള്ള അവസരങ്ങൾ, കുടുംബം, വസ്തു, വാഹനം മുതലായവയെ സംബന്ധിച്ചും മറ്റ് ഇതര സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ കൊണ്ട് സന്തോഷിക്കുവാനും വിശേഷ വസ്ത്രാഭരണാദികൾ ലഭിക്കുവാനുമൊക്കെയുള്ള ഒരു യോഗങ്ങളാണ്. ഏതെല്ലാം തരത്തിലുള്ള യോഗങ്ങളും സന്തോഷങ്ങളും ഒക്കെ പ്രത്യേകിച്ച് 20, 21, 22 തീയതികളിലൊക്കെ കൂടുതലായിട്ടൊക്കെ ഉണ്ടാവും എങ്കിലും, നല്ല നേട്ടങ്ങൾ, വിജയങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും എപ്പോഴും മനസ്സിലൊരു ചെറിയ സങ്കടങ്ങൾ, അതായത് മനസ്ഥാനത്ത് ശനി നിൽക്കുന്നു എന്നാണ്. മനക്ലേശം, ഇച്ഛാഭംഗം, സന്താനം സംബന്ധിച്ച് എന്തൊക്കെയോ ചില മാനസിക പ്രയാസങ്ങൾ ഡീപ്പായിട്ട് ആഴത്തിൽ കുടികൊള്ളുന്നതിനാൽ ഒരു മൗന നൊമ്പരം, എപ്പോഴും ഒരു ചിരിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സങ്കടം, ചിരി വെളിയിലുണ്ട്, അതിനുള്ളിൽ ഒരു സങ്കടം, മൗന നൊമ്പരം. ഉപയോഗിച്ചാൽ പൊതുവെ ജൂലൈ മാസം വൃശ്ചിക രാശിയിൽപ്പെട്ടവർക്ക് സന്തോഷവും സൗഭാഗ്യവും ധനവും ഇണയിൽ നിന്നും നേട്ടങ്ങളും വിശിഷ്ട വ്യക്തികളുമായിട്ട് ബന്ധങ്ങളും, അതുപോലെ തന്നെ ജോലിക്കാർ, വിദേശ ജോലിക്കാർ, സ്വദേശ ജോലിക്കാർ, തൊഴിലാളികൾ, മുതലാളിമാർ, വിവിധ സാമൂഹ്യ കലാ മേഖലകളിൽ നിൽക്കുന്നവർക്കൊക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ സന്ദർശിക്കുവാനും അനുഭവിക്കുവാനുമൊക്കെ ഉള്ള ഒരു ജൂലൈ മാസമാണ്. പ്രത്യേകിച്ച് 20, 21, 22, 23 തീയതികളിൽ പോഷിക്കാം ദേഹധനാദികൾ, ആയുരാരോഗ്യവിത്തം ഐശ്വര്യമേകുമെന്നല്ലോ. ആയുസ്സാരോഗ്യം, സമ്പത്ത്, കീർത്തി ഇത്യാദികളും സാമ്പത്തികപരമായ ഏതെങ്കിലും അഭിവൃദ്ധിയോ ഡെപ്പോസിറ്റുകളോ ഒക്കെ വരത്തക്ക രീതിയിലുള്ള പണം വരാനൊക്കെ ഉള്ള സാധ്യതകൾ. ഇതൊന്നുമല്ല അതിലും അതത്രമാത്രം ഇത്രയൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഗ്രഹനിലയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ നിപ്പ് മോശമാണെങ്കിൽ എല്ലാവർക്കും ഈ ഫലം കിട്ടണമെന്നില്ലല്ലോ. ദരിദ്രഭുക്തിക്കിടയാകയില്ല, ദാരിദ്ര്യങ്ങളൊക്കെ മാറുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും. അപ്പോൾ സാമ്പത്തികമൊക്കെ വരും, രക്ഷപ്പെടും, മനസ്സന്തോഷമൊക്കെ ഉണ്ടാവും. മൗന നൊമ്പരം, സന്താനം സംബന്ധിച്ച് ഒരു പ്രയാസം എപ്പോഴും ഡീപ്പായിട്ട് കിടക്കും ഈ രാശിക്കാർക്ക്. ആയതിനാൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഗ്രഹനില നോക്കി ശനി, വ്യാഴ ഗ്രഹങ്ങളെ, ചൊവ്വാഗ്രഹങ്ങളെയും പ്രീതിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്നതായ പ്രതിവിധി കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ശർമ്മജി, ഈ രാശിയിൽപ്പെട്ടവർക്ക് പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിനോ എന്തെങ്കിലും നിക്ഷേപണത്തിനോ ഒക്കെ നിക്ഷേപം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നിക്ഷേപത്തിൽ നിന്നും അതിൻ്റെ കൂടെ ലോണുകൾ എടുത്താൽ പറഞ്ഞല്ല, പുതു ഗ്രഹ, വസ്തു, വാഹന, കനകവേഷഭൂഷണാദി, മംഗല്യാദി യോഗങ്ങൾ, വൈവാഹികം, വിദേശം, മറ്റ് ബന്ധങ്ങളൊക്കെ പെടാനുള്ള 20-ാം തീയതി മുതൽ അവയുമായി സംസാരിക്കുകയും അവയിലേക്ക് പ്രവേശിക്കുകയും അത് പിന്നെ വികസിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവുന്ന ഒരു നല്ല കാലമാണ് ഈ രാശിക്കാർ. അപ്പോൾ ആ രാശിക്കാർക്ക് അനുകൂലമായ സാഹചര്യമാണ് 20, 21, 22, 23 തീയതികളിൽ പുതിയ ലോണ്, ചുട്ടി, സഹായം, വസ്തു, വീട്, വണ്ടി, ഉപകരണങ്ങൾ, പണയമൊക്കെ എടുക്കാനുള്ള സാഹചര്യങ്ങൾ, മോഹങ്ങൾ പൂർത്തീകരിക്കാനുള്ളത്, ഇതിൻ്റെയൊക്കെ തുടക്കം. എന്തോ പ്രതീക്ഷയുള്ള ഒരു മാസമാണ്. പ്രതീക്ഷ പൂവണിയുന്ന മാസമാണ്. അടുത്ത ആഗസ്റ്റ് മാസം മുതൽ ആ പ്രതീക്ഷണകൾ, ആ പ്രതീക്ഷയാവുന്ന മുട്ട് വിടരാൻ പോവുകയാണ്. അപ്പോൾ ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അവരുടെ മോഹങ്ങൾ പൂവണിയും, സംശയമില്ല. പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഗ്രഹനിലയെടുത്ത് ശനി, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങളെ പരിശോധിക്കണം. അത് ബലത്തിലാണോ ദുർബലത്തിലാണോ എന്ന് നോക്കിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നീങ്ങാൻ. അതിൻ്റെ പ്രതിവിധികളൊക്കെ ചെയ്യണം. അടുത്ത മാസം പുതിയ വിശേഷങ്ങളും പ്രവചനങ്ങളുമായി കാണുന്നവരേക്കും നന്ദി. ഭാഗ്യവാരോ